നമസ്കാരം. നടൻ അമിതാഭ് ബച്ചൻ്റെ ഭാര്യ ജയാ ബച്ചൻ അവർ രാജ്യസഭാ അംഗം കൂടിയാണ്. ഒന്നിലധികം തവണ അവർ രാജ്യസഭാ അംഗമായിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാ അംഗമാണവർ. ഇതിനു മുമ്പ് പലതവണ അവർ അവരുടെ പെരുമാറ്റം കൊണ്ടൊക്കെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് അവർ രാജ്യസഭയിൽ അവരുടെ പെരുമാറ്റം കൊണ്ടും അവരുടെ അറിവില്ലായ്മ കൊണ്ടും ഒന്നിലധികം തവണ രാജ്യസഭാ മെമ്പറായിരുന്ന ആളാണെന്ന് ഓർക്കണം, ഇപ്പോഴും മെമ്പറാണ്. അവരുടെ ഇന്നത്തെ പ്രകടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ മാധ്യമങ്ങളൊക്കെ അവരെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ആഘോഷിക്കുകയായിരുന്നു. എന്താണ് ആ സംഭവം എന്നല്ലേ ഇതാ കണ്ടു. I have also talked about tickets. देखिए, मैं चुपचाप खड़ी थी, आप लोग don't do this. Sir, you get the house in order. You please address. I spoke about the entertainment tax. I spoke about tickets. What about this? I'm not talking about institutes of design. I'm talking about the industry, entertainment industry. Just to stand up and point a finger and shout somebody else down is not going to help, sir. I will wait and answer that. No need. I've given the data. If you don't want to listen to that, don't gesticulate. Address to me. Address to the chair. Don't talk about any commentary. Local courts are not given only to you. Local courts are there with everybody. Please address to the chair. Nothing will go on record now. A member has asked a question. Nothing will go on record. Please take your seat. A member Please has address asked a to the question. chair. I yielded with your permission. I'm willing to answer further for the Yes. question that she's answered. Please answer Ask to me. her. Why should it irritate other members, sir? When their turn comes, they can ask your permission and ask me a question. I will answer them. And this kind of a running commentary, gesticulating from seats, I'm sorry, I'm sure you will not entertain that. The finance are politely yielded. I yielded and I will answer. The honorable member, sir, I've answered. Maybe she's not satisfied, but on the specific question where she's raised, the ticket prices, entertainment industry is suffering because these prices are too much, I must humbly submit. Entertainment tax, ticketing of films are all state subjects, sir. No point in asking me. സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാവണം ഭർത്താവും മകനും മരുമകളും എല്ലാം സിനിമക്കാരാണല്ലോ. അതുകൊണ്ടാവണം ടിക്കറ്റ് നിരക്കായിരുന്നു അവരുടെ വിഷയം. ടിക്കറ്റ് നിരക്ക് ഭയങ്കര കൂടുതലാണ്, അതിൽ കുറയ്ക്കണം, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരവിടെ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഭരണപക്ഷത്തിൽ നിന്ന് ആരോ എന്തൊക്കെയോ പറയുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ചില അഭ്യാസങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ എഴുന്നേൽക്കുമ്പോൾ അവരെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ഒച്ചവെക്കുന്ന കാണുന്നുണ്ട്. ഒടുവിൽ അവർ ബന്ധപ്പെട്ട് ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ നേരത്തെ ഈ പാർലമെൻറ്റിൻ്റെ ലോകസഭയിൽ കിടന്ന് ഇവർ കാണിക്കുന്ന കണക്ക് മോദി സറണ്ടർ തുടങ്ങിയ വാചകമൊക്കെ ഇവർ നിരന്തരം പറയുമല്ലോ. അപ്പോൾ ഇവിടെ നിർമ്മലാ സീതാരാമൻ പ്രതിരോധത്തിലാവും എന്നായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷേ അവർ പറയുന്നുണ്ട്, ശരിയാണ്, ഇപ്പോൾ പറയുന്നത് സത്യമാണ്. ടിക്കറ്റ് നിരക്ക് എന്നത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അതൊക്കെ കുറേ കൂടുതലാണ്, അതൊക്കെ ശരിക്കും കുറയേണ്ടതാണ് എന്ന തരത്തിലൊക്കെ അവർ പറഞ്ഞതിന് ശേഷം പറയുന്നത് ഇത് ഇവിടെ പറയുന്ന കാര്യമെന്ത്, ഇത് സംസ്ഥാന വിഷയമാണ്, സ്റ്റേറ്റിൻ്റെ വിഷയമാണ്, ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ശരിയാണ്, ഇത് സംസ്ഥാന വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ടിക്കറ്റ് നിരക്കല്ല തമിഴ്നാട്ടിലുള്ള നിരക്കല്ല ആന്ധ്രാപ്രദേശിലുള്ളത്, അവിടെ ഉള്ളതല്ല കർണാടകയിലുള്ളത്, അവിടെ ഉള്ളതായിരിക്കില്ല മഹാരാഷ്ട്രയുള്ളത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും നികുതിയും അല്ലെങ്കിൽ ഈ ആഡംബര ടാക്സും വിനോദ നികുതിയും ഒക്കെ ചേർത്തിട്ടായിരിക്കും അവർ ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കുന്നത്. അതിന് പാർലമെൻറ്റ് എന്ത് ചെയ്യാനാണ്? അവിടെ പോയിട്ട് നിർമ്മലാ സീതാരാമൻ്റെ അവരുടെ നേരെ ഇതുപോലെ ദേഷ്യപ്പെടുകയും ഒച്ചവെക്കുകയും ചെയ്ത് അവരോട് സിനിമാ ടിക്കറ്റ് ചാർജ് കൂടുതലാണ് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വെള്ളം വെച്ചിട്ട് എന്ത് കാര്യം? അത് അവരുടെ വിഷയമല്ല, അവരുടെ കീഴിലുള്ള ഒരു വകുപ്പല്ല ഈ സംഗതി. അല്ലെങ്കിൽ ധനമന്ത്രിക്ക് അതിലൊന്നും ചെയ്യാനില്ല. ഓരോ സംസ്ഥാനങ്ങളാണ് ടിക്കറ്റ് നിരക്ക് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത്. ഈ പറയുന്ന പോലെ വിനോദ നികുതിയും അല്ലാതുള്ള ടാക്സും എല്ലാം കൂടെ ചേർത്തിട്ട് ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് അതിന് നിരക്ക് തീരുമാനിക്കുന്നത്. അത് രാജ്യസഭയിൽ ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ എത്രയോ വർഷമായിട്ട് രാജ്യസഭ MP ആയിട്ടിരിക്കുന്നു. അവരിങ്ങനെ ഒരു കാര്യം ഉന്നയിക്കാൻ വരുന്നതിന് മുമ്പ് ആരോടെങ്കിലുമൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കണ്ടേ, ഇത് ഇവിടെ പറയേണ്ട വിഷയമല്ലല്ലോ, ഇത് സംസ്ഥാനങ്ങളുടെ വിഷയമാണ്, അവിടെ പോയി ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പോൾ കേരള സംസ്ഥാനത്തിന് മാത്രം തീരുമാനമെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഓരോ സംസ്ഥാനങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതാത് നിയമസഭയിലാണ് പറയേണ്ടത്, അല്ലാതെ അത്തരം കാര്യങ്ങൾ പോയിട്ട് രാജ്യസഭയിലല്ല പറയേണ്ടത്. അപ്പോൾ അതുപോലും അറിവില്ലാത്ത ആളാണോ ഇങ്ങനെ വർഷങ്ങളായിട്ട് MP ആയിരിക്കുന്ന വ്യക്തി? അങ്ങനെ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൂടുള്ളവർ പറയണ്ടേ അതിവിടെ പറയേണ്ട കാര്യമല്ല എന്ന്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതുപോലെ നിന്ന് ദേശീയ ലെവലിൽ തന്നെ തേയേണ്ട വരുമായിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അല്ല ഇന്നത്തെ പരിഹാസപാത്രം. ഇന്ന് പരിഹാസപാത്രമായിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചൻ്റെ ഭാര്യയും അഭിഷേക് ബച്ചൻ്റെ അമ്മയും ഒക്കെ ആയ ജയ ബച്ചനാണ്. ഇവർക്ക് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഓരോന്ന് കിട്ടുന്നത് നല്ലതാണ്. കാരണം അവർ കിളി പോയ രീതിയിലാണ് പാർലമെൻറ്റിലും പുറത്തുമൊക്കെ അവർ കുറേ കാലമായിട്ട് അവർ ബിഹേവ് ചെയ്യുന്നത്. പലരും രസകരമായിട്ടുള്ള കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ അമിതാഭ് ബച്ചൻ ഇത് എങ്ങനെയാണ് ഈ പറ്റിയത്, എങ്ങനെ ഇത് സഹിക്കുന്നു എന്ന തരത്തിൽ പറഞ്ഞു. നമ്മളതൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്ന് അവർ ശരിക്കും അറിവില്ലായ്മ തന്നെയാണ് അവിടെ ചോദിച്ചത്.
സ്റ്റേറ്റ് വിഷയം ഏതാണ്, രാജ്യത്തിൻ്റെ വിഷയം ഏതാണ്, അല്ലെങ്കിൽ സെൻട്രൽ വിഷയം ഏതാണ് എന്നതിനെപ്പറ്റി അവർക്കൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിക്കുകയും അവിടെ ആ നിർമ്മലാ സീതാരാമൻ്റെ മറുപടിയിൽ അവർ ഈ കിളി പോയി നിൽക്കേണ്ട അവസ്ഥയും അവർക്ക് ഉണ്ടായത്.